നമ്മളിൽ കൂടുതൽ ആളുകളും നാം ഏത് മതത്തിലാണോ ജനിച്ചത് അതിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ നാം എല്ലാവരും വിശ്വസിക്കുന്നത് യഥാർത്ഥ മതത്തിൽ തന്നെയാണോ? ഏകദേശം 4000-ൽ കൂടുതൽ മതങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു. എങ്ങനെയാണ് ഇത്രയും മതങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ടായത്? ഏത് മതത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്? സോ ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾക്കിടയിൽ വലിയ രീതിയിൽ വേർതിരിവും അതേപോലെ തന്നെ ഒത്തൊരുമയും ഉണ്ടാക്കാൻ ശക്തിയുള്ള ഒരു വജ്രായുധത്തിന്റെ അടുത്തേക്കാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോയിലൂടെ ഒരാളുടെയും വിശ്വാസത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് കുറച്ചു കാലം പിന്നോട്ട് പോകാം. കുറച്ച് എന്ന് വെച്ചാൽ സ്റ്റോൺ ഏജ് കാലത്തിലേക്ക്. അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ആകെ കണ്ടിട്ടുള്ളത് ഈ ഭൂമി മാത്രമാണ്, പിന്നെ ചന്ദ്രനും സൂര്യനും കുറച്ച് നക്ഷത്രങ്ങളും. അവർ വിചാരിച്ചു ആകാശവും മണ്ണും കടലും മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന്. അതോടൊപ്പം തന്നെ അന്ന് കാലത്ത് അവർ ഓരോരോ മൃഗത്തിനെ വേട്ടയാടി ഭക്ഷിക്കുമ്പോൾ ആ മൃഗത്തിന്റെ ശക്തി കഴിക്കുന്ന ആൾക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഓരോ കല്ലിലും മരത്തിലുമെല്ലാം അവരുടെ രൂപം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ ഉള്ളിലെ എനർജി അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലെ സ്പിരിറ്റ് അതിൽ വന്ന് നിൽക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഇതിൽ നിന്നുമാണ് എല്ലാം ആരംഭിക്കുന്നത്. ആ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയതിന് ശേഷം അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നിൽ ഈ ഒരു എനർജിയാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതിന്റെ പിന്നിലും ചെടികൾ മുളയ്ക്കുന്നതിന്റെ പിന്നിലും മനുഷ്യന്റെ ഉള്ളിൽ ജീവൻ തുടിക്കുന്നതിന്റെ പിന്നിലും ആ ഒരു എനർജിയാണ് എന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. ആ എനർജിയെ അവരവരുടെ ഭാഷയിൽ അവർ ദൈവം എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് പതിറ്റാണ്ടുകൾ കടന്നുപോയി. അവർ ഓരോ വസ്തുവിലും ഓരോരോ ദൈവങ്ങളെ കാണാൻ തുടങ്ങുകയാണ്. വെള്ളത്തിനൊരു ദൈവം, തീയ്ക്കൊരു ദൈവം, കാറ്റിനൊരു ദൈവം, അങ്ങനെ പല നാട്ടിലും ആളുകൾ പല പല രീതിയിൽ ഇതിനെ ചിന്തിച്ചു തുടങ്ങുകയാണ്. എന്നാൽ ഏകദേശം എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നീട് ആളുകൾക്കിടയിൽ ഒരു സാമൂഹിക ഘടനയുണ്ടാക്കാൻ അവർ പലതായി തിരിയാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ തരത്തിലുള്ള കഥകൾ പല പല ആൾക്കൂട്ടങ്ങളും ഉണ്ടാക്കി തുടങ്ങി. ഒരു രീതിയിലുമുള്ള ഉറപ്പുമില്ലാതെ ആളുകൾ അത് പരസ്പരം കൈമാറുവാനും തുടങ്ങി. അത്രയും ആളുകളെ പിടിച്ചു നിർത്തുന്നതായിരുന്നു ആ കഥകൾ. ശേഷം ഗോഡ് എന്ന കൺസെപ്റ്റിനോടൊപ്പം ഒരു പോസിറ്റീവ് എനർജിയോട് ഒരു നെഗറ്റീവ് എനർജി, അതായത് ഗോഡിന് ഡെവിൽ എന്ന പോലെ പല മതഗ്രന്ഥങ്ങളും ഒരു എതിർപക്ഷം ഉണ്ടാക്കി തുടങ്ങി. എന്നാലല്ലേ കഥ ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയുള്ളൂ. ശേഷം കാലം കടന്നുപോയി. പല മതങ്ങളും വളരെയേറെ ഉയരാൻ തുടങ്ങി. മതങ്ങൾ മതഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ശേഷം മതപണ്ഡിതന്മാർ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും സഹായിച്ചു. ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറം ഇത് വളരെയേറെ വലുതാവാൻ തുടങ്ങി. ഭൂരിഭാഗം മതങ്ങളിലും വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജികളാണുള്ളത്. ശേഷം മതങ്ങൾ കാരണം ഈ ഭൂമിയിൽ വളരെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോൾ എത്ര വലിയ നിരീശ്വരവാദി ആണെങ്കിൽ കൂടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാം എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരാണ്. കാലങ്ങളായി തുടരുന്ന ഈ മതം എന്ന വിശ്വാസം ആളുകളിൽ നിന്നും പറിച്ചു മാറ്റാവുന്നതിനപ്പുറം ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. ഒരു വിശ്വാസം എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ അത് പോയി ഒരു അന്ധവിശ്വാസം ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഏത് മതത്തിലാണ് നാം വിശ്വസിക്കേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളുടെ വിശ്വാസം എന്നത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.